കേരളത്തിന്റെ പൈതൃകം തന്നെ കാത്തു സൂക്ഷിച്ചൊരു കാലഘട്ടത്തിന്റെ ജഡ്ജ്മെന്റായിരുന്നു കളി. ചില വിധികൾ കൽപ്പിക്കുന്നത് കളരി അഭ്യാസ മത്സരങ്ങളിലൂടെ അതിലൊരാൾ മരിക്കും. നമസ്കാരം ഗുരുക്കളെ, എങ്ങനെ നമുക്ക് തുടങ്ങാം? എനിക്ക് തോന്നുന്നു ഗുരുക്കള് സിനിമയിൽ വന്നപ്പോ ഈ രൂപമായിരുന്നില്ല, ഇപ്പൊ റീസെന്റ് ആണ് ഈ രൂപമായത്. അതിനുള്ള കാരണം എന്താണ്? സിനിമയിൽ വന്നുകൊണ്ടായി പോയതാണ്. അങ്ങനെ ഇപ്പൊ ഞാനൊക്കെ തെക്കുറിശി എന്ന് പറയുന്ന ഒരു നടനെ കാണുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. അദ്ദേഹത്തിന്റെ യൗവനത്തിലും ഒരുപാട് പ്രായത്തിന് ശേഷവും കാണുമ്പോഴൊക്കെ ആ ഒരു മുഖവും ചുണ്ടും ഒക്കെ ഏകദേശം ഇങ്ങനെ തന്നെയാണ്. ഇനിയിപ്പോ ആ ഒരു താവഴിയിൽ വന്നാണെന്ന് എനിക്കറിയില്ല, അങ്ങനെ ഇരിക്കാം. സത്യം ചോദ്യം കറക്റ്റാണ്. വന്നപ്പോ ഇങ്ങനെ അല്ലായിരുന്നു. കാരണം 40 വർഷം മുമ്പല്ലേ വരുന്നത്. അപ്പൊ 40 വർഷത്തിന് ശേഷമുള്ള കുറെ മാറ്റങ്ങൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കും. അങ്ങനെ സംഭവിച്ചൊരു മാറ്റമുള്ളത് പുതിയ സ്റ്റൈലിൽ വന്നു. അപ്പൊ പുതിയ സ്റ്റൈലിൽ വന്നു. അതിനൊരു കാരണം കൊറോണയാണ്. അത് മുടി വെട്ടാൻ ബാർബർ ഷോപ്പിൽ പോകാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായി. ആ ടൈമിലാണ് അഷ്റഫ് ഹംസ വിളിക്കുന്നത്, മറ്റേ ഭീമന്റെ വഴിയിൽ അഭിനയിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അഭിനയം വലിയ താല്പര്യമില്ലാത്തതിന്റെ പേരിൽ ഒഴിഞ്ഞു മാറി. അപ്പൊ പിന്നെ ചെമ്പഞ്ചേട്ടനും വിളിച്ചു, അതിന്റെ കൺട്രോളറും വിളിച്ച് കമ്പനി ചെയ്തപ്പോൾ 4 ദിവസമുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ മുടി ഉള്ളത് അവിടെ നിലവിലിരിക്കട്ടെ, വെട്ടണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആ പടത്തിന്റെ അഭിനയം കഴിഞ്ഞിട്ട് പിന്നെ കൊറോണ വിഷയം കാരണം ഒരു ചെറിയൊരു പേടിയായിരുന്നു. അതിങ്ങനെ വളർത്തി. പിന്നെ കാണുന്നവർ നല്ലതെന്ന് പറഞ്ഞു. പിന്നെ ഡാൻസിന് ഡ്രസ്സ് സപ്പോർട്ട് ചെയ്യുന്ന മാതിരി തന്നെ ഫൈറ്റിന് മുടിയും കുറച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യും, കൊറിയോഗ്രാഫി ചെയ്യുമ്പോൾ. മുൻപ് നമുക്ക് സ്റ്റണ്ട് മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബോംബെയിൽ നിന്നും അല്ലെങ്കിൽ മദ്രാസിൽ നിന്നും ത്യാഗരാജൻ സാറ്, അതുപോലെ തന്നെ മാഫിയ ശശി, അവരൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഈടായിട്ട് അവരൊന്നും കാണുന്നില്ല. എനിക്ക് തോന്നുന്നു മലയാള സിനിമ മൊത്തമായിട്ട് ഗുരുക്കൾ ഏറ്റെടുത്തു. ഏറ്റെടുത്തില്ല. അത് മുൻകാലത്ത് ബോംബെ നല്ലായിരുന്നു. പണ്ട് നമ്മൾ ഇപ്പൊ എന്റെയൊക്കെ ബാല്യത്തില് ഇപ്പൊ എനിക്ക് ഏകദേശം 67 വയസ്സായി. ഞാൻ കുഞ്ഞിലെ ആദ്യം കാണുന്ന സിനിമ സത്യമാഷ ഭാര്യയാണ്. അതിനുശേഷം ആക്ഷനുള്ള എല്ലാ പടങ്ങളും നമ്മളൊരു ടൈറ്റിൽ കാണുന്നത് സങ്കൽപ്പനം ത്യാഗരാജൻ എന്നാണ്. അതെ. അന്ന് തറയിലായിരിക്കും, മണ്ണിലായിരിക്കും ഇരിക്കും. പക്ഷെ എഴുന്നേറ്റ് ഞാൻ വന്ന് കൈയടിക്കും. ത്യാഗരാജൻ അന്നൊരു വലിയൊരു അത്ഭുത മനുഷ്യനാണ്. തീർച്ചയായിട്ടും. പിന്നെ അതിനൊക്കെ കുറെ കാലങ്ങൾക്ക് ശേഷമാണ് പിന്നെ അതേപോലെ തറച്ചൊരു പേര് മാഫിയ ശശി. പിന്നീട് ആധുനിക സങ്കൽപ്പന രീതികളിലേക്ക് മാറിയപ്പോ പിന്നെ ബോംബെയിൽ നിന്നും യൂറോപ്പിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നൊക്കെ മാസ്റ്റേഴ്സ് വന്നു തുടങ്ങി. ഇപ്പൊ ലോകയിലൊക്കെ ചെയ്തത് വിദേശത്തുള്ള മാസ്റ്റേഴ്സാണ്. കത്തനാര് തുടങ്ങിയ ഒരുപാട് പടങ്ങൾ എല്ലാം മദ്രാസിനെ ഡിപ്പെൻഡ് ചെയ്തായിരുന്നു മലയാള സിനിമ നടന്നിരുന്നത്. അതിൽ നിന്നൊരു വ്യത്യാസം വന്നു. ത്യാഗരാജൻ സാറിനൊക്കെ ആയിട്ടുള്ള ബന്ധം എങ്ങനെയാണ്? ത്യാഗരാജൻ മാഷായിട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് സിനിമ ഞാൻ പ്രൊഡക്ഷൻ മാനേജർ, എക്സിക്യൂട്ടീവ് കൺട്രോളർ, അങ്ങനെ 3 കാറ്റഗറിയിൽ സിനിമയിൽ വർക്ക് ചെയ്തതിനു ശേഷം ആക്ഷൻ കൊറിയോഗ്രാഫിയിലേക്ക് വന്നു. അപ്പൊ അന്ന് ഞാൻ പടം ചെയ്യുന്ന ടൈമിലൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയുന്നത് ത്യാഗരാജൻ മാഷ വിളിക്കുന്നു പറയും. അങ്ങനെ ഫൈറ്റ്. അപ്പൊ നമ്മളാണല്ലോ ഓരോരുത്തർ അവരെ ഇപ്പൊ ഡാൻസ് മാഷായാലും ഫൈറ്റ് മാഷായാലും നമ്മളായിരിക്കും അതിനെ കോൾ ചെയ്ത് അവരെ കൊണ്ടുവരുന്നത്. അപ്പൊ ത്യാഗരാജ മാഷ കൊണ്ടുവരും. വളരെ സിമ്പിൾ മാനാണ്. അപ്പൊ ഇത്രയും വലിയ ഫൈറ്റ് ഒക്കെ ചെയ്യുന്ന ഒരാളാണോ എന്ന് ആദ്യമേ കണ്ടപ്പോൾ നമുക്ക് സംശയം തോന്നിയിരുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ ആ കൊറിയോഗ്രാഫ്, പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അതിന്റെ എഡിറ്റിംഗ് ഉണ്ടാവും. എന്നിട്ട് ഈ മൂവിയോളം ഇഷ്ടമാണ് ഫിലിമുള്ള കാലത്ത് എഡിറ്റ് ചെയ്യുന്നത്. അത് ചെന്നൈയിൽ പിന്നെ അദ്ദേഹം എഡിറ്റിങ്ങിന്റെ അദ്ദേഹത്തിന്റെ ഒരുപാട് കഴിവുകൾ പറഞ്ഞു കേട്ടപ്പോൾ സ്റ്റുഡിയോയിൽ കറണ്ട് ഇല്ലാത്ത ടൈമിൽ ഈ മൂവിയുള്ള ടേബിളിൽ നിന്ന് എടുത്തിട്ട് ടോർച്ച് അടിച്ച് ഫിലിം നോക്കി കട്ട് ചെയ്തിട്ടുള്ള ഭാഷ. ഒരു കാലത്ത് ഇൻഡോർ ഷൂട്ടാണ് സിനിമ. പഴയ കാലഘട്ടങ്ങളിൽ ഇൻഡോറാണ്. അപ്പൊ ഞാനൊക്കെ വരുന്ന കാലത്ത് മുതലൊക്കെ ഔട്ട്ഡോർ ആയി തുടങ്ങി. എനിക്ക് തോന്നുന്നു ഏകദേശം 40 വർഷത്തിന് പഴക്കമുണ്ടെന്നുണ്ട്. ഇപ്പൊ ഔട്ട്ഡോർ ആയി തുടങ്ങി. മറ്റേ ഒരു സ്റ്റുഡിയോന്റെ അകത്താണ് എല്ലാ കാര്യങ്ങളും നടന്നിരുന്നത്. അന്ന് നടക്കുന്ന സിനിമയുടെ ഫൈറ്റിന്റെ എല്ലാ രഹസ്യങ്ങളും ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ പുറത്ത് പബ്ലിക്കിലാണല്ലോ. അപ്പൊ എല്ലാവർക്കും അതിന്റെ രഹസ്യങ്ങൾ അറിയാം. ഗുരുക്കള് നല്ലൊരു കളരി അഭ്യാസിയാണ്. ഈ കളരി എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? നല്ലൊരു കളരി അഭ്യാസിയാണ് ജനം പറഞ്ഞതാണ്, എനിക്ക് തോന്നിയിട്ടില്ല. ഞാനും കുറെ കേട്ടിട്ടുണ്ട് ഗുരുക്കളെ കുറിച്ചിട്ട്. നല്ലൊരു കളരി ഞാൻ 72 മുതൽ ഏകദേശം 79 വരെ. 72 72 മുതൽ 79 വരെ ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത് ത്രൂ ഔട്ട് 7 വർഷം പഠിച്ചു എന്നതിന് അർത്ഥമല്ല. അതിന്റെ ഇടയിൽ എനിക്ക് ജോലി ഉണ്ടായിരുന്നു. ഒരു ഹോട്ടൽ ജോലിക്കാരൻ നടന്നു. ഞാൻ ആ ഹോട്ടൽ ജോലിയും ഇതും കൂടി ഒന്നിച്ചു കൊണ്ടുപോയി. അപ്പൊ കളരി എനിക്ക് ആക്ഷൻ ചെയ്യുന്നതിൽ ഒരുപാട് സഹായം ഉണ്ടായി. ആ സമയത്ത് കളരി ഭയങ്കര പോപ്പുലർ ആയിരുന്നു. ആ സമയത്ത് ഒരു പഞ്ചായത്തിലെങ്കിലും ഒരു കളരി എന്നുള്ള
ഒരു സംഭവമായിരുന്നു. പിന്നീട് അത് ഒരു അന്യം നിന്നുപോയ ഒരു കല പോലെ ഇപ്പോഴും എനിക്ക് വളരെ പ്രശസ്തമായ ഒരു സംഘം എന്റെ ആക്ഷന്റെ കൂടെ തന്നെ ഉണ്ട്. കടത്തനാട് ചേകവർ കളരി സംഘം എന്ന് പറഞ്ഞിട്ടൊരു വയനാട് അല്ലെ, ചേകവർ കളരി സംഘം എന്നാണ് അതിന്റെ പേര്. ഗുരുനാഥന്റെ പേര് ഞാൻ പറഞ്ഞത്. അതിലെ സ്റ്റുഡൻസിനെയാണ് എനിക്ക് ഈ കളരി ബേസ്ഡ് ആയിട്ടുള്ള ആക്ഷൻ ചെയ്യാൻ പോകുമ്പോൾ ഞാൻ അവിടെ നിന്നാണ് കൊണ്ടുവരാറ്. അതിൽ നിന്നൊരു എനിക്ക് തോന്നുന്നു ആ കളരി സംഘത്തിൽ നിന്നൊരു 7 ഫൈറ്റേഴ്സ് എന്റെ കൂടെ കണ്ടിന്യൂസ് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കളരി വീണ്ടും കാരണം ഒരു കാലത്ത് സൈക്കിളിനെ ഡിപ്പെൻഡ് ചെയ്തിരുന്ന കാലഘട്ടമാണ് ഞാനൊക്കെ. പിന്നീട് സൈക്കിൾ കാണാതെയില്ലേ, റേഡിയോ ഉണ്ടായിരുന്നു, റേഡിയോ കാണാതെ. പിന്നീട് ഹിന്ദിക്കാരെ വരവോടെ കൂടി സൈക്കിൾ ചാരുപോയി എന്ന് പറഞ്ഞ മാതിരി കളരി പിന്നീട് നിന്നു, എങ്ങും ഇല്ല, അങ്ങനെയൊക്കെ വന്നപ്പോ ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ കളരി അത്യാവശ്യം മത്സരങ്ങളിലും കാര്യങ്ങളിലും കോമ്പറ്റീഷനുകളിലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. ഒരുപാട് സ്ഥലത്ത് കളരി സ്ഥാപിതമായി. കളരിയിൽ തന്നെ വടക്കൻ കളരി, തെക്കൻ കളരി, അതേപോലെ തന്നെ മധ്യ കേരള, അങ്ങനെ 3 രീതികളുണ്ട്. അതെ. പിന്നെ കടത്തനാടൻ കളരി കളരി എന്ന് പറയുന്നതാണ് കടത്തനാടൻ. വടക്കൻ കളരി. തെക്കൻ കളരി എന്ന് പറയുന്നത് വേറൊരു രീതിയാണ്. അതിൽ മെയ്വഴക്കം കുറവായിരിക്കും. പിന്നെ വെള്ളുവനാടൻ ആ പ്രദേശത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് മധ്യ കേരള സമ്പ്രദായം. അങ്ങനെ 3 സമ്പ്രദായമുണ്ട് കളരി. ഇത് 3ഉം നല്ലതാണോ എന്ന് ചോദിച്ചാൽ 3ഉം 3 രീതിയാണെന്ന് മാത്രമേ ഉള്ളൂ. അതായത് സെൽഫ് ഡിഫൻസ് ഡൈനാമിക് മാർഷൽ ആർട്സ് എന്നാണ് ഇതിനെ പറയുന്നത്. ആത്മരക്ഷാ സ്വഭാവമുള്ള രണധീരമായ ആയുധനകല. കേരളത്തിന്റെ പൈതൃകം തന്നെ കാത്തു സൂക്ഷിച്ചൊരു കാലഘട്ടത്തിന്റെ ജഡ്ജ്മെന്റായിരുന്നു കളരി. അന്ന് ചില വിധികൾ കൽപ്പിക്കുന്നത് കളരി അഭ്യാസ മത്സരങ്ങളിലൂടെ. ആ മത്സരത്തിൽ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ കോഴിയംഗം വെക്കും. കോഴികൾ തമ്മിൽ, എന്റെ കോഴിയും അങ്ങയുടെ കോഴിയും തമ്മിൽ ഏത് പരാജയപ്പെടുന്നോ ജയിച്ച കോഴിക്ക് വിധി, കോഴിയുടെ ആൾക്ക് വിധി. പിന്നെ അതിനുശേഷമാണ് ആളംഗം വെക്കുന്നത്, കൊയ്ത്ത് വെക്കുന്നത്. അതിലൊരാൾ മരിക്കും. അത്രക്കും മൂർച്ചയേറിയ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾക്ക് സ്വാധീനം ചെലുത്താൻ കഴിവുള്ള വലിയൊരു കലയായിരുന്നു കളി. മാമാങ്കം എന്നൊക്കെ പറഞ്ഞു, അതൊക്കെ വളരെ പേര് കേട്ട. അതിൽ മാമാങ്കം എന്ന് പറഞ്ഞാൽ തന്നെ കളരി മെയിനായിട്ട് അതിൽ കളരിയാണല്ലോ. മാമാങ്കം പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് മമ്മൂക്കാടെ മാമാങ്കത്തിൽ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. സൂപ്പർ സ്റ്റാറിന്റെ പടങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല ആക്ഷനിൽ. മമ്മൂക്കാടെ ഞാൻ എക്സിബിഷൻ ചെയ്യുന്ന ടൈമിലൊക്കെ ഒരുപാട് പടം ചെയ്തിട്ടുണ്ട്. മമ്മൂക്കാടെ ലാൽസാറിന്റെ ഒക്കെ പടം ചെയ്തിട്ടുണ്ട്. ആക്ഷൻ തുടങ്ങിയതിന് ശേഷം അതൊരു ആഗ്രഹം ഓർന്നു. നടക്കാത്ത സ്വപ്നം, ശ്രീമേട്ടൻ പറഞ്ഞ മാതിരി അതൊരിക്കലും നടക്കാത്തൊരു സ്വപ്നം വരുന്നെന്നറിയാം. പക്ഷെ ഒരു ദിവസം ഞാൻ ഇവിടെ അടൂര് നൈറ്റ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഷെഫീർ സേട്ട് എന്ന് പറഞ്ഞൊരു കൺട്രോളർ ഉണ്ടായിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. എൻ്റെ അസിസ്റ്റന്റ് ആയിരുന്നു പ്രൊഡക്ഷനിൽ. അപ്പം പറഞ്ഞ് നാളെ രാവിലെ 6 മണിക്ക് വൈറ്റ് ഫോർട്ട് വരികയാണെങ്കിൽ അഷംപുരകൾക്ക് മമ്മൂട്ടിയുടെ പടം ചെയ്യാം. അപ്പൊ 2 മണി ഷെഡ്യൂളിൽ അവിടെ ഷൂട്ട് തീർത്ത് ഞാൻ അവിടെ നിന്ന് ഓടി വൈറ്റ് ഫോർട്ട് വന്ന് അക്കോമഡേറ്റ് ചെയ്ത് രാവിലെ വൈറ്റ് ഫോർട്ടിന്റെ ഓപ്പോസിറ്റ് ഒരു ഇതിലായിരുന്നു ആ ഫൈറ്റ്. ഒരു കളരിയുടെ ചരിത്രം തന്നെ ഇപ്പൊ തച്ചുള്ളതിലും പാലാട്ട് കുഞ്ഞിക്കണ്ണൻ, ഉണ്ണിയാർച്ച തുടങ്ങിയ ഒരുപാട് പടങ്ങളിൽ അത് പാട്ടിലൂടെയാണ് കഥ പറഞ്ഞു വന്നിരുന്നത്. അപ്പൊ കളരിയുടെ ചരിത്രത്തിൽ തന്നെ ഒരു പാട്ടുണ്ട്. എന്നിട്ടും മിളക്കവും മറഞ്ഞിട്ടേ 42 കളരി തീർത്തു. എന്നിട്ടും വിളക്കവും മാറാഞ്ഞിട്ട് 42 കളരി തീർത്തു. അത് പരശുരാമൻ മഴുവെറിഞ്ഞ് കേരളത്തിനെ സൃഷ്ടിച്ച അതിനോടനുബന്ധപ്പെട്ടൊരു പാട്ടാണ്. അത് എനിക്ക് തോന്നുന്നത്, എനിക്ക് വ്യക്തമല്ല, പ്രസന്നൻ ജി മുല്ലശ്ശേരി അയാളുടെ മലയാള ഭാഷ ചരിത്രത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളൊരു വരിയാണെന്നാണ് തോന്നുന്നത്. അങ്ങനെ വടക്കം പാട്ടുകളുടെ മത്സരങ്ങൾ തച്ചോളിയോദേരൻ, ചന്തു, പിന്നെ അതിനുശേഷം വീരഗാഥ വന്നപ്പോൾ ചന്തു നല്ലവനായി മാറി. ചതിയൻ ചന്തു എന്നാണ് നമ്മളൊക്കെ കേട്ടും പല ബുക്കുകളിലൂടെ വായിച്ചും കേട്ടും ഒക്കെ ഉള്ള നമ്മളുടെ അറിവ് അതാണല്ലോ. അപ്പൊ വടക്ക് ഇപ്പൊ കടത്തനാടി നിന്ന് കഴിഞ്ഞാൽ ഒരു ബസ് സ്റ്റോപ്പ് തന്നെയുണ്ട്, ചാടിയതോട്. കതിരൂർ ഗുരുക്കളുമായിട്ട് അംഗം കഴിഞ്ഞിട്ട് അംഗത്തിന് പോകാതിരിക്കാൻ തച്ചുവള്ളി വധയന, തച്ചോളി എന്നല്ല ശരിക്കും തച്ചുവള്ളി എന്നാ, തച്ചുവള്ളി മാണിക്കോത്ത് മേൽമേപ്പയിൽ ഉദയദേവൻ നാർന്ന് അദ്ദേഹത്തിന്റെ പേര്. വളരെ ഉയരം കുറഞ്ഞ മനുഷ്യൻ എന്നാണ് ചരിത്രം പറയുന്നത്. അപ്പൊ ഞാൻ ഈ അടുത്ത് ആ ഭാഗത്തൊക്കെ ഷൂട്ട് ചെയ്യാൻ പോയപ്പോൾ ആ ക്ഷേത്രങ്ങളൊക്കെ സന്ദർശിച്ചിട്ടുണ്ട്. അത് കതിർവരൂർ വീരൻ ക്ഷേത്രം എന്ന് പറഞ്ഞൊരു ക്ഷേത്രത്തിൽ എനിക്ക് റിയാസ് ഖാനും ശ്വേതാമേനോട് ഉള്ളൊരു ഫൈറ്റ് ഉണ്ടായി. അപ്പൊ ആ പരിസരം പെട്ടുങ്ങായിട്ട് ഞാൻ അവിടെയൊക്കെ പോയിട്ട്, അപ്പൊ അന്ന് ഉദയനെ ഈ കതിരൂരുക്കൾ ഭയങ്കര ചതിയാണ്. അതായത് തച്ചോളി ഉദയനേക്കാളും കൂടുതൽ അംഗം പഠിച്ചിട്ടുള്ള ഒരാളാണ് കതിരൂർ ഗുരുക്കൾ. അംഗത്തിന്റെ മേലെ അദ്ദേഹം ചതിയും പയറ്റു എന്നാണ് അന്ന് ചരിത്രം പറയുന്നത്. അപ്പൊ അത് പേടിച്ചിട്ട് തച്ചോളി തന്നെ പൂട്ടിയിട്ടു. അതിൽ നുണ പറഞ്ഞ് ഇദ്ദേഹം അവിടുന്ന് ആ തടവറ മീൻ അയാളെ ലോക്ക് ചെയ്തോടുന്ന് ചാടി വന്നപ്പോൾ ഒരു പാലുണ്ടായിരുന്നു. തോടെന്ന് പറഞ്ഞാൽ അറിയാനാണ്, തോടിന്റെ അവിടെ കുറെ പാൽ ഒട്ടിയിരുന്നു കടക്കാനായിട്ട്.
അപ്പൊ ഉദയനൻ അങ്കത്തട്ടിലേക്ക് പുറപ്പെട്ടു പറഞ്ഞപ്പോ ഈ പാലെടുത്ത് പോയി. അപ്പൊ അവിടെ നിന്ന് അന്ന് അതിനെന്തൊരു കാര്യമുണ്ട്, വന്നവിടത്ത് നിന്ന് 3 അടി മാറി ഇരുന്ന പറന്ന് കൊതിച്ചു പൊങ്ങി ഇയാൾ പറന്നും കാറ്റ് അപ്പുറം വന്ന് വീഴുന്ന പറയുന്നു. സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് അവരുടെ. അതിന് ചാടിയ തോടെന്ന് പറഞ്ഞു. ചാടിയ തോട്. അവിടെ നിന്നാണ് പോയിട്ട് ആ അംഗം കഴിയുന്നു. അവിടെയാണ് കത്തി പറന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചു വരുന്നു, എടുക്കാൻ പോയപ്പോ വെടികൊണ്ടുവന്നുള്ള ചരിത്രം പറഞ്ഞു പോന്നിരിക്കും. രസകരമായ ചരിത്രങ്ങളാണ്. തീർച്ചയായിട്ടും പഴയ സിനിമയിലൊക്കെ നമുക്കത് പ്രതിപാദിച്ചിട്ടുണ്ട്. ഒരുപാട് പടങ്ങളുണ്ട്. അതിലിപ്പോ ലാസ്റ്റ് വന്നാണ് വടക്കം വീരക. സിനിമയിലേക്ക് വരാനുള്ള കാരണം എന്തായിരുന്നു? സിനിമ മോഹം എല്ലാവർക്കും എന്റെയൊക്കെ പരുവത്തിൽ, അതായത് എന്റെ ഒരു 40 വർഷം മുൻപ്, എനിക്ക് 67 25-26 നല്ല ബാല്യകാലത്ത് സാധാരണ എല്ലാവർക്കും ഉണ്ടാവുന്ന പോലെ ബഹുഭൂരിപക്ഷം, ഞാൻ പറഞ്ഞ 98% ആക്ച്വലി 100% സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുള്ളവരാണ്. എന്റെ അനുഭവം 40 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ 5 കൂടിക്കുന്ന എന്തുട്ടാണ് സിനിമ, അത് ഞാൻ കാണുന്നത് ചാടിയിട്ട് കിട്ടാത്ത മുന്തിരി പൊളിക്കുന്ന പറയുന്ന പോലെ. അയാൾ പേഴ്സണലായിട്ട് അയാളോട് ചോദിച്ചാൽ പറയും എങ്ങനെയാണ് അത് നമുക്ക് അങ്ങനെ ചെല്ലാൻ വഴി എന്നാ ചോദിക്കും. ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് ഇപ്പൊ എൻ്റെ അറിവിൽ, ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുണ്ട് അഭിനയിക്കുന്ന ആൾ. വളരെ നന്നായിട്ട് സ്ഥിരം ജോലിയിൽ ലീവ് എഴുതി കൊടുത്തു വെച്ചിട്ട് തന്നെ അഭിനയിക്കുന്ന ഒരുപാട് ഉയർന്ന ഉദ്യോഗസ്ഥരുണ്ട്. ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട്. ഇപ്പൊ ഞാനിപ്പോ അടുത്ത് ചെയ്ത പടത്തില് നമ്മുടെ മൗലാന എന്ന് പറഞ്ഞിട്ടൊരു ഹോസ്പിറ്റൽ ഉണ്ട്. അവിടുത്തെ വളരെ ഫേമസ് ഡോക്ടറാണ്. അത് അവിടുത്തെ വേറൊരു ഡോക്ടർ എൻ്റെ ഒരു മരുമോന്റെ ഫ്രണ്ട് കൂടിയാണ്, ഫൈസൽ കരീം എന്ന് പറഞ്ഞിട്ട് ഓർത്തോന്റെ ഡോക്ടറത്തെ. അപ്പൊ ഞാൻ അവിടെ തന്നെ മറ്റൊരു ഡോക്ടർക്ക് ഫൈറ്റ് ചെയ്യുന്ന ഫോട്ടോ ഈ ഡോക്ടർക്ക് അയച്ചു കൊടുത്തു. അപ്പൊ എന്നോട് ചോദിക്കും, ഞാൻ പേര് ഞാൻ പറഞ്ഞു അത് ഇന്ന ഡോക്ടറല്ലേ. അതെ, ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ സൈലന്റ് ആയിരിക്കുമല്ലോ, അവർക്ക് ഒരു ആക്ഷനൊക്കെ അവർ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്തൊരു കാര്യമോ. അവര് പൂവ് അല്ലെങ്കിൽ ഇല എന്നൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ട് പറയുന്നവര്. നമ്മൾ ഫൈറ്റ് എന്ന് പറയുന്നത് കുപ്പിച്ചില്ല്, ആണി, റാഡ്, പൈപ്പ് എന്ന് പറയുന്നത് രണ്ട് മേഖലകളാണ്. അപ്പൊ അതിൽ നിന്നൊരു ഡോക്ടറൊക്കെ ഫൈറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ പിന്നെ തന്നെയല്ല, അദ്ദേഹത്തിനെ കണ്ടാൽ തന്നെ ഒരു ഭയങ്കര വല്ലാത്തൊരു അപ്പിയറൻസ് ആണ് അയാളുടെ. മുടി ലെവലേശമില്ല തന്നെ. ഒരു പോലീസ് ഓഫീസറായിട്ടാണ്. നമ്മൾക്കിപ്പോ ഒരു വഴി കാണിച്ചു തരാൻ ഒരാളുണ്ട്. അപ്പൊ എനിക്ക് അതാണ് ഞാൻ എന്റെ സിനിമ എക്സ്പീരിയൻസിൽ ഏകദേശം 40 വർഷം എന്ന് പറയാൻ തന്നെ കാരണം അതാണ്. ആദ്യത്തെ പടം തിരുവണ്ണാമരത്ത് വിശേഷങ്ങൾ, ജയറാം സാർ അഭിനയിച്ച പടം. അപ്പൊ അതില് ഞാൻ കൊടുങ്ങല്ലൂർ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഒരു ഫ്രണ്ടല്ല, എൻ്റെ ഒക്കെ ഇവിടെ കളരി പഠിക്കുന്ന സ്റ്റേഷനിൽ മെഡിക്കൽ ഷോപ്പിലുണ്ട്. അപ്പൊ അവിടെ കമൽ സാറ് വന്നിട്ടാണ് ഇങ്ങനെ കളരി പഠിപ്പിക്കുന്ന ഒരാൾ ഇവിടെ വരുമല്ലോ, അഷ്റഫ്, ഒന്ന് അത്യാവശ്യം എൻ്റെ വീട്ടിലേക്ക് വരാൻ പറയുമ്പോൾ. അപ്പൊ ഞാൻ വന്നപ്പോ ഞാൻ തമാശയിരിക്കും വരും. അങ്ങനെ ഒരു സൈക്കിളൊക്കെ എടുത്ത് നേരെ അവിടെ ചെന്ന്. അപ്പൊ അന്ന് എനിക്ക് പാലായിലെ കളരി. അപ്പൊ എന്തൊരു വെള്ളിയാഴ്ച ദിവസം ഇവിടുന്ന് പോകണം, ശനി ഞായർ നിങ്ങൾ അവിടെയായിരുന്നു. അപ്പൊ അവിടെ ചെന്ന് സൈക്കിളായിട്ട് ചെന്ന് അത് കഴിഞ്ഞ് സൈക്കിൾ കൊണ്ടുവന്ന് വെച്ച് നേരെ അങ്ങോട്ട് പോകണം. അപ്പൊ ചിലപ്പോ അഷറഫ് ഇരിക്കുന്നു പറഞ്ഞ ഒരു സിനിമയുണ്ട്. അപ്പൊ അതിന്റെ ഫൈറ്റ് അഷറഫ് ചെയ്യുന്നു. അപ്പൊ ഫൈറ്റ് ഇപ്പൊ ഈ പറഞ്ഞ മാതിരി നമുക്ക് ചെയ്യാൻ അറിയില്ല. സിനിമ അറിയാത്തവൻ സിനിമ ഫൈറ്റ് എങ്ങനെ ചെയ്യാം? അതെ അതെ. അപ്പൊ എന്നോട് പറഞ്ഞ് അത് കുഴപ്പമില്ല, അഷറഫ് ഈ തുണിക്കടയിൽ തുണി വാരിയിടുമല്ലോ, ഇഷ്ടമുള്ളത് നമ്മൾ എടുക്കുന്നവർ കുറെ അഭ്യാസം കാണിച്ചാൽ മതി, പറ്റുന്ന ഞങ്ങൾ എടുത്തോളാം, ടെൻഷൻ വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആദ്യം പെരുവണ്ണാമരത്ത് വിശേഷത്തിൽ അഞ്ചിൽ. അവിടെ നിന്നാണ് ഫസ്റ്റ് മോഹൻലാൽ സാറിനെ ഏറ്റവും പരിചയപ്പെടുന്നത്. അതായത് ഗസ്റ്റ് റോളായിട്ട് മലയാളത്തിൽ ആദ്യമായിട്ടുള്ള ഒരു വരവാണ്. അങ്ങനെ ഒരു പടത്തിൽ ഒരു മെയിൻ നടൻ ലാസ്റ്റ് വന്ന് പോവാന്ന് പറഞ്ഞു. നല്ലൊരു സിനിമ ആയിരുന്നു, ഗംഭീര. അത് 100 Days ഓടി. പിന്നെ കമൽ സാറിന്റെ മിക്ക പടങ്ങളിലും ഞാൻ ഉണ്ടാവുമായിരുന്നു. അത് എക്സിക്യൂഷൻ, അത് അങ്ങനെ അത് ആക്ഷനായിട്ട് വന്നെങ്കിലും അന്നത്തെ ടൈറ്റിൽ ഒരു വളരെ ഡിഫറെന്റ് ആയിരുന്നു. സാധാരണ മലയാളി പ്രേക്ഷകർ ത്യാഗരാജൻ സ്റ്റണ്ട് എന്ന് കാണുന്നോടത്ത് പെട്ടെന്നൊരു ടൈറ്റിൽ മാറി. കമലിന്റെ പെരുവണ്ണാമരത്തെ വിശേഷങ്ങൾ ഇങ്ങനെ വന്നിട്ട് ആക്ഷന്റെ ഭാഗത്ത് വന്നത് കളരിപ്പയറ്റ് നിർദ്ദേശങ്ങൾ അഷ്റഫ് ഗുരുക്കൾ TKM. പേര് ചേഞ്ച് ആയത്. അങ്ങനെ പിന്നെ നാന തുടങ്ങിയ ഓരോന്നിലും ഇങ്ങനെ റൈറ്റപ്പ് വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എക്സിക്യൂഷനിൽ വന്നു. പക്ഷെ കമൽ സാറിന്റെ ഒരു പടത്തിൽ വളരെ സീരിയസ് ആയിട്ട് ഒരു ത്രില്ലർ എനിക്ക് ചെയ്യാൻ പറ്റി. അതായത് പ്രണയമീനുകളുടെ കഥകളാണ്. അപ്പൊ അത് ഇവിടെ ദ്വീപിൽ നടന്നതിന്റെ ഷൂട്ട്, അണ്ടർ വാട്ടർ ഫൈറ്റ് നടന്നു. അതൊക്കെ മദ്രാസ് മാസ്റ്റേഴ്സും കണ്ടമാനം ഫൈറ്റേഴ്സായിട്ട് കഴിഞ്ഞു വന്നപ്പോൾ എന്നൊരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞ അഷറഫ് ഒന്ന് ഗുരുവായൂർ വരണം, ദ്വീപ് ചീറ്റ് ചെയ്തിട്ട് ചെയ്യണം. അപ്പൊ അതിൽ ചെറിയൊരു വേഷമുണ്ട്, ഒരു മുസ്ലിം ഡയലോഗൊന്നുമില്ല. അപ്പൊ നമ്മളെ കൊണ്ടുവന്ന ഒരാളുള്ള നമുക്ക് അതിന് ഡയലോഗ് ഇല്ലാതെ ഞാൻ വരില്ലെന്ന് പറയാൻ പറ്റും. നേരെ അവിടെ ചെന്ന് ആ സീൻ അഭിനയിച്ച് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും വിളിച്ചല്ല. വാഗമൺ സൂയിസൈഡ് പോയിന്റിൽ അതിന്റെ ഹീറോ ബൈക്ക് കൊണ്ടുവന്ന് നിർത്തി ഫോൺ ചെയ്ത് നേരെ പോകണം. അവിടെ ഫയർഫോഴ്സ് വന്ന് രക്ഷിക്കുന്നതാണ്. അപ്പൊ അത് മാസ്റ്റേഴ്സാണ് സാറിന് ചെയ്യാറ്. അങ്ങനെ അവിടെ ചെന്ന് ചെയ്ത് എന്നോട് വളരെ പ്രശ്നമില്ല. ഞാൻ അദ്ദേഹത്തിന് മുന്നിലെത്തിയിട്ട് ഞങ്ങളുടെ നാട്ടിൽ ഞാൻ സ്കൂൾ പഠിച്ച KVHS എന്ന് പറഞ്ഞിട്ടൊരു സ്കൂളുണ്ട്, ഞാൻ പഠിച്ച സ്കൂൾ. അവിടെ ഒരു മേജിക് ഷോ നടത്തിയ. അപ്പൊ എന്നോട് പറഞ്ഞ അതിന്റെ ഉദ്ഘാടനത്തിന് കമൽ സാറിനെ വിളിച്ചത്.
പക്ഷെ സിനിമയുടെ പരിപാടിയൊക്കെ കണ്ടിട്ടുണ്ട്. മാജിക് എനിക്ക് അറിയില്ലെന്ന് അറിയില്ല. അതിന്റെ കുഴപ്പമില്ല, 1 മണിക്കൂർ കണ്ടിന്യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ മുന്നിൽ നിന്നൊരു മാജിക് ഷോ ചെയ്തില്ല. അല്ല, അന്ന് അങ്ങനെ ഒരു ഭ്രാന്ത് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ പടത്തിൽ വന്നപ്പോഴും പറഞ്ഞ് അഷഫിന്റെ മാജിക്കും കണ്ടിട്ടുണ്ട്, എക്സിക്യൂഷനും കണ്ടിട്ടുണ്ട്, അഭിനയിക്കുകയും കണ്ടിട്ടുണ്ട്. ആള് സൂയിസൈഡിലേക്ക് ചാടിയിട്ടുള്ള കളിയുണ്ട്. ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ഫൈറ്റർ വെച്ച് ആദ്യം കാണിച്ചു തരാം, തമാശ പറഞ്ഞോ. അത് കഴിഞ്ഞ് ഭയങ്കര സക്സസ് ആയിരുന്നു ആ സംഭവം. അത് ശരിക്കും പറഞ്ഞാൽ സൂയിസൈഡ് പോയിന്റ് ഭാഗം കൊണ്ട് പോയാൽ അറിയാൻ പറ്റും. തിങ്കളാഴ്ച എടുത്ത് അടി ബുധനാഴ്ച താഴ്ത്തെത്തുള്ളൂ. അത്രക്ക് ഡെപ്താണ്. അതിലൊരു നല്ല പരിധി വരെ റോപ്പിൽ പോയി. അന്നൊക്കെ എനിക്ക് റിയൽ ആയിരുന്നു കൂടുതലും. റിയൽ ആയിട്ടുള്ള സപ്പോർട്ട് നമ്മളെല്ലാം സെറ്റിങ് ചെയ്ത് ട്രെയിനൊക്കെ വെച്ചിട്ട് എടുത്ത ബൈക്കിന്റെ മോളിൽ നിന്ന് വീഴണോളെ. അത് ഇയാള് തന്നെ പോയിരിക്കുന്നു. ഗബ്രിയാണെന്നല്ല ചെയ്ത്. ഗബ്രിക്ക് അതിന് ശേഷം ഞാനിപ്പോ വേറെ പടം ചെയ്ത്. ഫൈറ്റ് മാസ്റ്റേഴ്സ് എപ്പോഴും ഒരു റിസ്കി ഇതിൽ നിൽക്കുന്ന ആൾക്കാരാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് തുടങ്ങി കഴിഞ്ഞാൽ കഴിയുമ്പോ മാത്രം അത് കഴിഞ്ഞെന്ന് സമ്മാനിക്കാൻ പറ്റും. ഇപ്പൊ ഞാനിപ്പോ നിയറിപ്പോ ഒരു കന്നഡ പടം, അത് 200 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു രീതി ഫൈറ്റ്. പിന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച മാതിരി കളരി പ്രചുര പ്രചാരത്തിൽ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടല്ല, പിന്നെ അത് പോയിട്ട് ഇപ്പോഴാണ് വന്നത്. ആ ടൈമിലുള്ള കുറച്ച് ഫൈറ്റുകൾ, പിന്നെ ഈ ഗ്ലാസ് ബ്രേക്ക് ചെയ്ത് ടേബിള് തകർത്ത് കുപ്പിയൊക്കെ അടിച്ചിട്ടുള്ള ഇപ്പോഴത്തെ ഫൈറ്റ് ഹ്യൂമർ, ഇതൊക്കെ കൂടിയുള്ള 33 ദിവസം ഒരു കന്നഡ പടത്തില് ഞാൻ നല്ല അത്ഭുതപ്പെട്ടു. ഞാൻ ചോദിച്ച അദ്ദേഹത്തിനുള്ള ഡയറക്ടറോട് ചോദിച്ചു, സാർ ഒരുപാട് ഞാനറിയാം ഇപ്പൊ കന്നഡത്തിൽ ഇപ്പൊ പഴയ ഇവിടെ ഉണ്ടായിരുന്ന പള്ളിരാജ് എന്ന് പറഞ്ഞ മാഷൊക്കെ മൈസൂർ റൈസാണ്, പിന്നെ മാഡ് മാധു തുടങ്ങി ഒരുപാട് മാസ്റ്റേഴ്സ് പുല്ലികളുള്ള ശിവരാജ് ഇവരെയൊക്കെ ഫൈറ്റ് കൊറിയോഗ്രാഫ് ചെയ്യുന്ന മാസ്റ്റേഴ്സ് നോർമൽ മാസ്റ്റേഴ്സ് ഒന്നും അല്ല അവിടെ ഉള്ളത്. പിന്നെ ഇത്രയും വലിയൊരു റിസ്ക് തന്നെയായിരുന്നു. ഞാൻ അത്രയും വലിയൊരു മാഷായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇല്ല, അത് ഞാൻ നിങ്ങളെ ഫേസ്ബുക്ക് ഫോളോ ചെയ്യാറുണ്ട്. എനിക്ക് ആവശ്യമുള്ളൊരു സാധനം നിങ്ങളിൽ നിന്ന് കിട്ടുമെന്ന് അറിയാന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്ത് 33 ദിവസം ഉണ്ടായിരുന്നു ഞാൻ. അല്ല, ഒരു ഫൈറ്റ് അല്ല, 3 ഘട്ടങ്ങളിൽ. അതിൽ മേഘനാരാജ് ഉണ്ട്, അനുഷ് റായ് ഉണ്ട്, അതിൽ ഹീറോ വന്നിട്ട് കോമൽ രാജ് എന്ന് പറയും. വളരെ ലീഡിങ് ഹീറോ ആണ് അവിടുത്തെ. അദ്ദേഹത്തിന്റെ ബ്രദറും വളരെ ലീഡിങ് ആർട്ടിസ്റ്റാണ്. പിന്നെ പ്രമോദ് ഷെട്ടി വില്ലനായിട്ട്, പിന്നെ സന്ദേശ് ഷെട്ടി അജ്രി എന്ന് പറഞ്ഞ ഒരാളാണ് അതിന്റെ തിരക്കഥ സംഭാഷണ സംവിധാനം. അദ്ദേഹത്തിന്റെ എനിക്ക് തോന്നുന്നു 8ാമത്തെ 9ാമത്തെ പടം വന്നു. ഇപ്പൊ കഴിഞ്ഞ 21-ാം തീയതി ആ ഫൈറ്റ് കഴിഞ്ഞു. 22nd 23rd ഇവിടെ വന്നു, നാട്ടിൽ വന്നു. തമിഴ്, കന്നഡ, പിന്നെ ഒട്ടേറെ ഭാഷയിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ മലയാളത്തിനാ ചെയ്യുന്ന പോലെ തന്നെയാണോ അവിടെ? അത് അതിലൊക്കെ ഓരോ വളരെ വ്യത്യാസമുണ്ട്. കാരണം മലയാളത്തില് ഒരു ഇടിച്ച വീഴുന്നതിന്റെ ഒരു പരിധിയും മലയാളി പ്രേക്ഷകർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയായിരിക്കണം ഫൈറ്റ്. കന്നഡത്തിൽ ഇതിന്റെ 2ാമത്തെ മൂവിയാണ്. കന്നഡത്തിൽ നേരത്തെ ചെയ്ത പടം എന്നുള്ള വിനോദ് പ്രഭാകർ, നമ്മുടെ ടൈഗർ പ്രഭാകറിന്റെ മോൻ വിനോദ് പ്രഭാകറിന്റെ വലുതാന്നൊരു പടം, അത് നന്ദിയിൽ നടന്ന ഷൂട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് സുനിൽ ഗാരു, മറ്റേ ഉങ്കരാൽ റാവു തെലുങ്ക്, പിന്നെ മറാത്തി, ഭോജ്പൂരി, ശ്രീലങ്കൻ, തമിഴ്, ഹിന്ദി, മലയാളം. ഇത്രയും മൂവീസാണ് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത്. മലയാളത്തിന്റെ ഒരു കിരീടം എന്ന് പറഞ്ഞ ത്യാഗരാജ മാഷ ഫൈറ്റിലും ലോഹിസാറിന്റെ സംവിധാനത്തിലുള്ള ഒരു ഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും നാച്ചുറൽ ആയിട്ടുള്ള ഫൈറ്റ്. പിന്നെ അതില് പ്രത്യേകിച്ച് ലാൽ സാറാണ്. ഞാൻ ഈ അടുത്ത് ലാൽ സാറിനായിട്ടൊരു ടോക്ക് ഷോ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ ഞാൻ പറഞ്ഞു, ഇങ്ങനെ MT സാറിന്റെ ഒരു പടം ഉണ്ടായിരുന്നു, താഴ്വാരം. സെലിം ഗൗസും അദ്ദേഹം മരിച്ചു. സെലിം ഗൗസും ലാൽ സാറും കൂടിയിട്ട് ഒരു ഫൈറ്റ് ഉണ്ടായിരുന്നു. പടത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഫൈറ്റാണ്. അത് എന്തൊരു ക്യാപ്ഷനും ഉണ്ടായിരുന്നു, എന്താണ് മരിക്കാതിരിക്കാൻ ഒരു മനുഷ്യനും കൊല്ലാൻ വേണ്ടി ഒരു, അങ്ങനെ എന്തൊരു ക്യാപ്ഷൻ തന്നെ MT സാർ എഴുതി വെച്ച ആ 2 വരിയിലാണ് ആ പടത്തിന്റെ ഫൈറ്റ് മൊത്തം പോകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ എന്നോട് ചോദിച്ചു, ഗുരുക്കള് ഫൈറ്റ് മാഷായത് ഞാൻ അറിഞ്ഞില്ല. അല്ലേ, ഞാൻ അറിഞ്ഞു. അത് എന്താണ് അതിന്റെ ഒരു വഴിയെന്ന് വെച്ചപ്പോ ഞാൻ പറഞ്ഞു, ആക്ഷൻ മൂവി പല റെഫറൻസും ഉണ്ടാവും. ഒരു റോ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ ആ ടൈമിൽ എനിക്ക് ലാൽ സാറിനെ ഓർമ്മ വരാം. കാരണം താഴ്വാരം അദ്ദേഹം വളരെ വാചാലനായിട്ടാണ് സംസാരിച്ചത്. അപ്പൊ കന്നഡത്തിലെ പ്രേക്ഷകർക്ക് വേറെ റേഞ്ച് ആയിരിക്കണം. വളരെ ഓടി വരുന്ന ട്രെയിനൊക്കെ കാലുവണ്ടി അതൊക്കെ മലയാളത്തിൽ തിയേറ്റർ കത്തിച്ചെറിയാണ്. പിന്നെ കുറച്ചും കൂടി ഇതിനോട് താരതമ്യം ചെയ്തു. ഹിന്ദി കുറച്ചും കൂടി ഒരു ഇതിന്റെ കുറച്ച് ബിൽഡപ്പിലെ പോകുന്നുണ്ട്. തെലുങ്ക് കന്നഡ എന്ന് പറഞ്ഞ വേറെ റേഞ്ച് തന്നെയാണ്. നന്ദമൂരി വലൈസാണ്. ഇന്നിപ്പോ ഞാൻ യൂട്യൂബിൽ അദ്ദേഹത്തിന്റെ പുതിയ ഒരു അവതാരം, ഒരു എന്തൊരു പടത്തിലാണ് 10-20 തല കയ്യിലിട്ട് ഇങ്ങനെ കറക്കി പോകുന്ന, അതിൽ പടം വിജയിക്കില്ല. അപ്പൊ സ്ട്രെങ്ത് തങ്ങൾ ചോദിച്ച മാതിരി തന്നെ ഓരോ ഭാഷക്കും ഒരേ രീതികളാണ്. അത് കൂടുതൽ റിസ്ക് അവിടെയാണോ ശരിക്കും പറഞ്ഞാല്? റിസ്ക് ശരിക്കും അവിടെ തന്നെയാണ്. ഒരു ഫ്രെയിമിൽ തന്നെ 8-10 റോപ്പില് മൂവ്മെന്റ്സുകൾ ഉണ്ടാവും. നമുക്ക് ഇവിടെ കൂടി വന്നാൽ ഒരു 2 അല്ലെങ്കിൽ 3 വില്ലന്മാര് ജമ്പ് ചെയ്യുമ്പോൾ ഒരു ഹീറോ ഒരൊറ്റ ടേണിങ്ങിൽ അടിച്ചു വീഴുന്നുണ്ടാവുള്ളൂ.
ഇത് അവിടെ നിന്ന് അടിച്ചെങ്ങാട്ട് 2 മണിക്കൂർ അടിച്ചിട്ടാ വരുള്ളൂ അവിടെ, അല്ലെങ്കിൽ ക്ലാപ്സ് ഉണ്ടാവില്ല തിയേറ്ററിൽ. ഇത്ര വ്യത്യാസമുണ്ട് ലാംഗ്വേജ് ബേസിൽ തന്നെ. അത് മേക്കിങ്ങിലും അങ്ങനെ തന്നെ. അതെ, തീർച്ചയായിട്ടും അന്യ ഭാഷക്കാർക്ക് നമ്മുടെ മലയാള പടങ്ങൾ, ഫൈറ്റിന്റെ ഉദ്ദേശമല്ല പറയുന്നത്, മലയാളം മൂവീസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവരവിടെ ചെല്ലുമ്പോഴാണ് അവർ മൊത്തം കന്നഡ സംസാരിക്കുന്നു. മോഹൻലാൽ സാറിന്റെ ആ പടം കണ്ടിരുന്നു, മമ്മൂട്ടി സാറിന്റെ ഈ പടം കണ്ടിരുന്നു എന്ന് പറയുമ്പോഴാണ് അവർ ഈ പടങ്ങളെല്ലാം കാണുന്നുണ്ട്. അതിന്റെ നല്ലൊരു മോശം തിരിയുന്നുണ്ട് അവര്.